ഒരു ദേശത്ത് ഒരു അമ്മൂമ്മയുണ്ടായിരുന്നു. പാച്ചല്ലൂർ അമ്മൂമ്മ. വാഴപ്പഴവും പച്ചക്കറികളും ഒക്കെ വിറ്റാണ് അമ്മൂമ്മ ജീവിച്ചിരുന്നത്. അങ്ങനെയിരിക്കെ ഒരു ദിവസം കൊതുമ്പുപാടത്തെ കൊതിയമ്പരമു വന്ന് അമ്മൂമ്മയെ തട്ടി മാറ്റിയിട്ട് മാമ്പഴവും വാഴപ്പഴവുമൊക്കെ കറുമുറെ തിന്നാൻ തുടങ്ങി. പാവം പാച്ചല്ലൂർ അമ്മൂമ്മ അവിടെ ഇരുന്ന് ഉറക്കെ കരയാനും തുടങ്ങി. അമ്മൂമ്മയുടെ കരച്ചിൽ കേട്ടുകൊണ്ട് ചന്തയിലെ നായക്കുട്ടൻ അടുത്തെത്തി ചോദിച്ചു, പാച്ചല്ലൂരമ്മൂമ്മേ, എന്തിനാ കരയുന്നത്? പാച്ചല്ലൂരമ്മൂമ്മ ഉണ്ടായ കാര്യങ്ങളൊക്കെ നായക്കുട്ടനോട് പറഞ്ഞു. അവൻ വേഗം കൊതിയും പരമുവിന്റെ നേരെ കുരച്ചു ചാടി. പക്ഷെ പരമുവിനുണ്ടോ വല്ല കുലുക്കവും. അവനൊരു കല്ലെടുത്ത് നായക്കുട്ടന്റെ പള്ളക്കിട്ടൊരു ഏറുകൊടുത്തു. ഏറുകൊണ്ട നായക്കുട്ടൻ മൂങ്ങിക്കൊണ്ട് സ്ഥലം വിട്ടു. അതുകണ്ട് പാച്ചല്ലൂരമ്മൂമ്മ ഉറക്കെ പൊട്ടിക്കരഞ്ഞപ്പോഴുണ്ട് വേമ്പായത്തെ വമ്പൻ പന്നി അമ്മൂമ്മയുടെ അടുത്തെത്തിയിട്ട് ചോദിച്ചു, പാച്ചല്ലൂരമ്മൂമ്മേ, എന്തിനാ കരയുന്നത്? അമ്മൂമ്മ ഉണ്ടായ കാര്യങ്ങളൊക്കെ പന്നിക്കുട്ടനോട് പറഞ്ഞു. പന്നിക്കുട്ടനുടനെ മുക്രയിട്ടുകൊണ്ട് കൊതിയൻ പരമുവിന്റെ നേർക്കോടി ചെന്നു. പക്ഷെ പരമു ഉണ്ടോ അനങ്ങുന്നു. അവനൊരു മുട്ടൻ വടിയെടുത്ത് വമ്പൻ പന്നിക്കിട്ട് ഒരടി വെച്ചു കൊടുത്തു. അപ്പോഴാണ് ഒരു മൂളിപ്പാട്ടും പാടി പൊന്നൻ തേനീച്ച അതുവഴി വന്നത്. അമ്മൂമ്മയുടെ കരച്ചിൽ കണ്ടപ്പോൾ പൊന്നൻ തേനീച്ച കാര്യങ്ങളെല്ലാം അമ്മൂമ്മയോട് ചോദിച്ചു. അമ്മൂമ്മ എല്ലാ കാര്യവും പൊന്നൻ തേനീച്ചയോട് പറഞ്ഞു. കാര്യങ്ങളെല്ലാം അറിഞ്ഞ തേനീച്ച പറഞ്ഞു, ഞാൻ അവനെ ഒരു പാഠം പഠിപ്പിക്കാം. പൊന്നൻ തേനീച്ചെ, നിന്നെക്കാളും വമ്പന്മാരായ നായക്കുട്ടനും പന്നിക്കുട്ടനും തോറ്റോടി. പിന്നെ ഇത്തിരി പോന്ന നീ? പാച്ചല്ലൂരമ്മൂമ്മ പൊന്നൻ തേനീച്ചയോട് പറഞ്ഞു. പൊന്നൻ തേനീച്ച വേഗം തന്റെ കൂട്ടുകാരെയും കൂട്ടിക്കൊണ്ടു ചെന്ന് കൊതിയും പരമുവിനെ വളഞ്ഞു. തേനീച്ചകളുടെ കുത്തേറ്റു പുളഞ്ഞ പരമു എങ്ങോട്ടെന്നില്ലാതെ ഓടുന്നത് കണ്ടപ്പോൾ പാച്ചല്ലൂരമ്മൂമ്മയ്ക്ക് സന്തോഷമായി. പിന്നീട് ഒരിക്കലും കൊതിയൻ പരമുവിനെ ആ നാട്ടിലെങ്ങും ആരും കണ്ടിട്ടേയില്ല. പാച്ചല്ലൂരമ്മൂമ്മ ആരുടെയും ശല്യമില്ലാതെ ചന്തയിൽ കച്ചവടം നടത്തി സുഖമായി ജീവിക്കുകയും ചെയ്തു.